ജീവിച്ചിരുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹത്തിനെ കുറിച്ച് പുസ്തകത്തിൽ CM സ്മരണിക എന്ന പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ്. നമ്മൾ ഖബർ സിയാറത്തിനെതിരല്ല. ഈ പറഞ്ഞ ഖബറിലേക്ക് പോകുന്നവർ എന്തിനാ പോണത്? അവിടെ കറാമത്തുണ്ട് തന്നെ പോണത്. ആരാണ് അയാൾ? CM മടവൂർ എന്ന് പറയുന്ന മനുഷ്യൻ നമസ്കരിക്കാറില്ലായിരുന്നു. പുസ്തകത്തിൽ എഴുതിച്ച വാക്കാണ്. തുരുതുരാ സിഗരറ്റ് വലിക്കാറുണ്ടായിരുന്നു, സ്വർണത്തിന്റെ മോതിരം ധരിക്കാറുണ്ടായിരുന്നു, നോമ്പെടുക്കാറില്ലായിരുന്നു. ഇങ്ങനത്തെ മനുഷ്യന്റെ ഖബറിനെ ചെന്നിട്ട് നമ്മൾ പോയിട്ട് സങ്കടം ചെന്ന് പൊട്ടിക്കരയാൻ പോണെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അത് ഇതിനെ എതിർക്കാണോ വേണ്ടത്? ഇതിനെതിർക്കും. അപ്പൊ സ്വാഭാവികമായും ജനങ്ങൾ വിചാരിക്കുകയാണ് ഇവർ ഖബർ സിയാറത്തില്ലാത്തവരാണെന്ന്. അല്ല, യഥാർത്ഥ സിയാറത്ത് നമ്മളെ പഠിപ്പിച്ചത് നബി തങ്ങളാണ്. അതിൽ പഠിപ്പിച്ച മര്യാദകളൊക്കെ നമ്മൾ പാലിക്കുന്നു. നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ നിരോധിച്ചതാണ്. അയ്യുജസ്സൽ ഖബറ, ഖബർ കുമ്മായമിട, വഅയ്യുഖഅദ അലൈ, ഖബറിങ്ങ പോയി ഇരിക്കുക, വഅയ്യുബ്ന അലൈ, ഖബറിങ്ങ കെട്ടിടമുണ്ടാക്കി ഉയർത്തിണ്ടാക്കുക. ഏതാണ് നമ്മുടെ നാട്ടില് ഭീമാപ്പള്ളി ഉമ്മച്ചിന്റെ തിരുവനന്തപുരത്തെ ദാറം ലേലം ചെയ്യാൻ, നമ്മൾ നിലമ്പൂർ തേക്കൊക്കെ ലേലം ചെയ്യില്ലേ, ഇതേപോലെ ലേലം വന്നിക്കാണ്. 18 കോടിക്കാണ് ലേലം ചെയ്തത്. ഖബറെന്തിനാ ലേലം ചെയ്യേണ്ട ആവശ്യം? ഇത് ബിസിനസ്സാണ്. എന്നിട്ട് അതിന് കിട്ടുന്ന ഒരു 40% പൈസ കൊണ്ട് ഒരു അന്നദാനം നടത്തും. അപ്പൊ എല്ലാവർക്കും ഭയങ്കര റാഹത്തായി. എന്നിട്ട് ആ ചോറ് കിട്ടാത്തതിന് നമ്മുടെ നാട്ടിൽ കുറെ പ്രശ്നം ഉണ്ടായിക്കണ്. ഈ കഴിഞ്ഞ റമദാൻ 17 ബദിരീങ്ങളെ ചോറ്, ബദിരീങ്ങളെ അറിവിന്റെ ചോറ് കിട്ടാഞ്ഞിട്ട് മലപ്പുറം ജില്ലയിലെ ഒരു മഹല്ലിൽ കൂറ്റം പ്രശ്നം ഉണ്ടായിക്കണ്. ഒരു ചോറ് കിട്ടിയില്ല എന്നുള്ള പ്രശ്നം പറഞ്ഞിട്ട് നടന്നിട്ട് അതിന്റെ കൂത്താട്ടങ്ങൾ കൊണ്ട് എത്ര സ്ഥലത്ത് ആന ചവിട്ടിക്കൊന്ന എത്ര ആൾക്കാരുണ്ടായിട്ടുണ്ട്. ഇസ്ലാമിലെ ഖബർ സിയാറത്തിന് പോയാൽ ഒരാനും ചവിട്ടൂല. ഇസ്ലാം അല്ലാത്തതാണെങ്കിൽ നല്ല പരിക്കുണ്ടാവും. എന്നിട്ട് ഗാനമേളയും പരിപാടിയും മുറസും ഖബറിന്റെ പേരും പറഞ്ഞിട്ട് നടത്തിക്കൊണ്ടിരിക്കുക. ഇതിനെയാണ് നബി തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞില്ല, ലഅനത്തുല്ലാഹി അലൽ യഹൂദി വന്നസാറാ, യഹൂദി നസ്രാനികളെ അല്ലാഹു തആല ശപിച്ചിരിക്കുന്നു. എന്താ കാരണം? ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദാ, അമ്പിയാക്കന്മാരുടെ ഖബർ പോലും സുജൂദിന്റെ കേന്ദ്രമാക്കിയവരാണ് അവര്. നിങ്ങൾ ഓലെപ്പോലെ ആകരുത് എന്നതിന്റെ അർത്ഥം. നബി മരിക്കണതിന്റെ 5 ദിവസം മുമ്പത്തെ വസിയത്താണത്. നിങ്ങൾ ചെയ്യരുത് എന്നാണ് അതിന്റെ അർത്ഥം. ചില പള്ളികള്, യതീംഖാനകള്, സ്ഥാപനങ്ങള് മഖാമുകളിലും ജാറങ്ങളിലും കിട്ടുന്ന പൈസ കൊണ്ടാണ്, വരുമാനം കൊണ്ടാണ് നിന്ന് പോണത്. ഇത് പറയുമ്പോഴാണ് ആളുകൾക്ക് നമ്മളോട് ദേഷ്യം. പക്ഷേ ഹക്ക് പറയുക എന്നത് ഒരു നാടിന്റെ ആവശ്യമാണ്. പഠിച്ച ഒരാളെ സംബന്ധിച്ച് പറയാതിരിക്കുക എന്നത് കുറ്റകരമാണ്. നമ്മൾക്കിത് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മളിത് പറയുക എന്ന ആവശ്യമാണ്. ആരെ ആക്ഷേപിക്കല്ല, ഇതാണ് കാര്യമെന്ന് പറയാ. നേർച്ച എന്നത് ഇസ്ലാം പഠിപ്പിച്ചത് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട്. അള്ളാന്റെ ഖുർആനാണ് നമുക്ക് ദീന് പഠിപ്പിച്ചെന്നത്. ഇസ്ലാമിന്റെ ഏറ്റവും അടിസ്ഥാനമാണ് പ്രവാചകന്റെ അധ്യാപനങ്ങളാണ്. നേർച്ച ചെയ്യുക എന്ന് പറഞ്ഞപ്പോ നബി തങ്ങൾ പറഞ്ഞു, മൻ നദറ അൻ യുതി അല്ലാഹ്, അള്ളാഹനെ അനുസരിക്കാൻ ഒരാൾ നേർച്ച ചെയ്തു, ഞാൻ 10 ദിവസം നോമ്പെടുക്കും, ഓക്കെ, ഞാൻ 100 പാവപ്പെട്ട കുട്ടികൾക്ക് ഭക്ഷണം